പരിപാടി മല്ലിക കാണിച്ചേ എന്നാ അനക്കെന്താ അറിയോ? ഇത് സീതപ്പഴത്തിന്റെയാണ്. ഞാൻ അത്ര തൈ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് അത് പിടിച്ച് ഇത്ര ആയെന്ന് എനിക്കറിയോ? അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. എന്റെ ശ്രദ്ധിക്കാത്ത അതിന്റെ ചോട്ടി കൊണ്ടുവന്ന് തീ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോലെ. അയ്യോ ഞാനത് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല റസിയ. അതന്നെയാണ് എന്റെ കുഴപ്പം. ഒന്നും ശ്രദ്ധിക്കൂല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ ഞാൻ കുറെ സാധനങ്ങൾ ഇതുപോലെ സൂക്ഷിച്ച് വളർത്തുന്നുണ്ട്. അതിനൊന്നും നശിപ്പിക്കാൻ പറ്റൂല. എന്ത് പരിപാടി കാണിച്ചാ എനിക്ക് കണ്ണിൽ എന്താണ് മത്തയാണ്, അത് കണ്ടൂടെ? അയ്യോ ഞാൻ മനഃപൂർവ്വമല്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഇതൊന്ന് കത്തിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ എന്താ ശ്രദ്ധിക്കണേ? ഇവിടെ എന്താണ് ശ്രദ്ധിക്കണേ? ഇതിപ്പോ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചു വെച്ചിട്ട് നിങ്ങളുടെ ശ്രദ്ധക്കുറവുകൊണ്ട് എന്റെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാന്നൊന്നും ആരും അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. അതിനോടുള്ള സ്നേഹക്കുറവുകൊണ്ട് പറയൊന്നല്ല. എന്തെങ്കിലും പറഞ്ഞാ പിന്നെ കരഞ്ഞു കാണിച്ചാൽ മതിയല്ലോ. ഒന്നും പറയാനും പാടില്ല. ഇവിടെ ആരോടൊന്നും ചോദിക്കാൻ വേണ്ട, പറയാൻ വേണ്ട, ഇഷ്ടമുള്ളതൊക്കെ കാണിക്കാം. ഇതിപ്പോ താമസിക്കാൻ സമ്മതിച്ചു പറഞ്ഞാൽ മതി. എന്റെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതന്നെ. എന്താണ്? എന്താ ഒരു ബഹളം കേട്ടത്? ഞാനിവിടെ കുറച്ച് വേസ്റ്റ് കത്തിച്ചു. ആ എന്നെ വഴക്ക് പറഞ്ഞു. വേസ്റ്റ് കത്തിച്ചതിന് എന്തിനാ വഴക്ക് പറയണു? അത് ഞാൻ ആ സീതപ്പഴത്തിന്റെ ചെടിയില്ലേ അതിന്റെ ചോട്ടിലായിട്ട് കത്തിച്ച്. അപ്പൊ നീ എന്തിനാ അതിന്റെ ചൂട്ടിലിട്ട് കത്തിച്ച് വേറെ എവിടെയും കത്തിച്ചാ പോരെ? ഞാനത് കണ്ടില്ല ഏട്ടാ. അപ്പുറത്ത് മുഴുവൻ വാഴത്തൈയാണ്. അതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചത്. അപ്പൊ ഇവിടെ ഇതാണെങ്കിൽ അവിടെ വാഴയാണെങ്കിൽ പിന്നെ വേറെ എത്ര സ്ഥലം ഉണ്ട് ഒഴിഞ്ഞു കിടക്കണത്? എവിടെയെങ്കിലും ഇട്ട് കത്തിച്ചോടോ നിനക്ക്? ഏട്ടാ ഏട്ടനും കൂടെ എന്റെ മേത്തേക്ക് കയറരുത് കേട്ടോ. ഇവിടെ ഈ നന്നാട് മുറ്റത്ത് കൊണ്ടുവന്ന് കത്തിക്കാൻ പറ്റും എനിക്ക്. എന്തടി ഇവിടെ കത്തിച്ചാ? അത് വാരി കളഞ്ഞാ പോരെ? ആരാ ചോദിക്കണ്? ചേട്ടൻ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ഒരു റസിയ ഇവിടെ മുറ്റത്തോട്ടോന്നാണോ കത്തിക്കണേന്ന് ചോദിച്ചോട്ട്. ഇതിപ്പോ ഒന്നും രണ്ടും തവണയല്ല, കുറെ തവണ എന്നെ കുത്തി കുത്തി റസിയ സംസാരിക്കണം. അത് നിനക്ക് തോന്നുന്നതാണ്. ഇതൊക്കെ ഈ ഒരു നിസ്സാര കാര്യമില്ല. ഇത് കൂടെ കേട്ട് പുറത്തോണ്ട് വിടണ്ടേ? ഇത് അത്ര നിസ്സാര കാര്യമൊന്നുമില്ല. എനിക്ക് കുറച്ച് നാണവും മാനവും അഭിമാനവും ഒക്കെ ഉണ്ട്. അപ്പൊ എന്താ എനിക്കതില്ലാന്ന് പറയണത്? നീ നിങ്ങൾക്കതില്ല, അതാണ് ഞാൻ ഇത് അനുഭവിക്കണത്. അതെ, നീ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ വഴക്കടിക്കാൻ നിൽക്കണ്ടേ മല്ലികെ. ഇതിപ്പോ ഇവിടെ ആവുമ്പോ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഇവിടെ താമസിക്കാം. വാടകയും കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. ഏട്ടാ നമുക്ക് വേറൊരു വാടക വീട് എടുത്ത് മാറാന്നേ. എന്താ നീ പറയണത്? അതിന് വാടക കൊടുക്കണ്ടടി. ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കാനാണ് നിങ്ങളുടെ ജീവിതകാലം മുഴുവനല്ല. ഒരു താളം വരട്ടെ, എന്തെങ്കിലും പൈസ എന്തെങ്കിലും കയ്യിൽ വരട്ടെ, അപ്പൊ നമുക്ക് വേറെ ഏതെങ്കിലും വീട് നോക്കാം. ഇപ്പൊ നിങ്ങക്ക് കുറച്ച് വർക്കൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് മാറാന്നേ. എനിക്കൊരു സ്വസ്ഥതയില്ല. നമുക്കൊരു ചെറിയ വാടക വീടായാലും മതി ഏട്ടാ, നമുക്ക് മാറാന്നേ. നോക്കണെന്ന വേഗം ആയിക്കോട്ടെ കേട്ടോ. എനിക്ക് ഇനി അധികം നാൾ ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നല്ല. എനിക്ക് പറ്റുമെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോ. നീ പറയണ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇപ്പൊ നീ ഉദ്ദേശിക്കണ പോലത്തെ ഒരു വൃത്തിയുള്ള വീട് കിട്ടണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 8,000 രൂപ മാസം വാടക കൊടുക്കണം. കറണ്ട് കാശ് കൂടാതെ 8,000 രൂപ അത് വരും. 5 രൂപക്കൊന്നും വൃത്തിയുള്ള വീടൊന്നും കിട്ടൂല. ഇപ്പൊ ഹിന്ദിക്കാര് വന്ന് കയറിയേക്കണോണ്ട് വാടക വീട് കിട്ടാനില്ല. 5 രൂപക്കുള്ള വീട്ടിൽ ഇജ്ജ് പോയി താമസിക്കാട്ട് നല്ല ഇപ്പൊ എന്റെ ആ റൂമിൽ തന്നെ താമസിക്കാൻ. അത് പോരാട്ടോ, ഇത് കണക്കാക്കണം. ഒരു 5-8 രൂപ കണക്കാക്കണം. ഒരു 8 രൂപ നിനക്ക് മാസം വാടക അതെ. 8 രൂപ വാടക കൊടുക്കാൻ നിന്റെ അടുത്ത് കൃത്യമായിട്ട് ഉണ്ടാവോ? 8 രൂപ എന്നും പണിക്ക് പോണം എന്നാണ്ടാവും. ഞാനാ അത് അവനവനോട് പറ, എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, അല്ല പണിക്ക് പോണം എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷെ ഇജ്ജിപ്പോ അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? ഈ 8 രൂപ വാടക കൊടുക്കാൻ ഇവൻ കൃത്യമായിട്ട് ഉണ്ടാക്കുമെങ്കിൽ നമുക്കൊരു ചെറിയ വീട് കണ്ടുപിടിച്ചിട്ട് അത് വാങ്ങാം സ്വന്തമായിട്ട്, ലോൺ എടുത്തിട്ട്. ലോണിന്റെ കാര്യം ഒന്നും മിണ്ടാണ്ടിരുന്നാ നീ. ഏടാ ചെങ്ങായി, ഈ ചെങ്ങായിയുടെ വീടും കൂടി ജപ്തിയായി നിൽക്കുന്ന ആൾക്കാർക്ക് ലോൺ കൊടുക്കോ? എന്റെ പരീക്ക് ഇപ്പൊ ഇവന്റെ പേരിൽ ഒന്നുമില്ലല്ലോ, ഇവൻ ഭവനരഹിതനാണ്. അങ്ങനെയുള്ളവർക്ക് ചെറിയ പലിശക്ക് സർക്കാർ ലോൺ കൊടുക്കേണ്ട 8 ലക്ഷം രൂപ വരെ കിട്ടും. നമ്മുടെ സുഖിലും ഫൈസലൊക്കെ എടുത്തതല്ലേ. ശരിയാ. എടാ ലോൺ അത് ശരിയാവില്ല, അത് തിരിച്ചടയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നം. എടാ ചെങ്ങായി, തിരിച്ചടക്കാന്ന് പറഞ്ഞ ഇജ്ജിപ്പോ അവൻ പറഞ്ഞു വന്ന എന്താ വെച്ചിട്ടുണ്ടോ, 8 ഉറുപ്പ്യ ഇജ്ജിപ്പോ വാടക കൊടുക്കാന്ന് വിചാരിക്ക.
അത് വേണല്ലോ. ആ എവിടെ പോയിട്ട് വാടക കൊടുക്കൂലേ? വാടക കൊടുക്കണ്ടേ? അപ്പൊ വാടക കൊടുക്കണക്ക ഈ ലോണിൽ കടക്കണിച്ചാൽ ഒരു 5-8 ഉറുപ്പ്യയുടെ ഒരു തരക്കേടില്ലാത്ത ഒരു ചെറിയ വീടൊക്കെ കിട്ടൂലേ? മതി. ഇത്തിരി ഉള്ളിലായിക്കോട്ടെ. ഒരു 5-8 ഉറുപ്പ്യയുടെ ഒരു വീട് കിട്ടിയാല് ഈ 8,000 ഉറുപ്പ്യ നേരെ ബാങ്കിലെ കൊണ്ടുപോയി അടച്ചാൽ എന്റെ മുതലിലേക്കാ പോണത്. അതുമല്ല, ഇപ്പൊ 5-6 മാസം കഴിയുമ്പോ നമ്മുടെ സ്ഥലക്കച്ചവടം നടന്നു വെക്ക്. നമുക്ക് ഇവന്റെ വീട് തിരിച്ചെടുക്കുകയും ചെയ്യാം. അതാർക്കെങ്കിലും വാടക കൊടുത്തൂടെ? പിന്നെ സുഖായില്ലേ? അല്ല, അത് നല്ല ഐഡിയ കേട്ടോ. എന്റെ അഭിപ്രായത്തിൽ അത് തരക്കടില്ല. നല്ല ഐഡിയ, ആലോചിക്കേണ്ട കാര്യമാണ്. ഒരുപാട് സംവിധാനങ്ങളുണ്ട്, നമ്മൾ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കാഞ്ഞിട്ടാണ്. അല്ല, ഇതിപ്പോ കിട്ടാനെന്താ മാർഗം? നമ്മുടെ അജിത്ത് ഇല്ലേ, ലോണൊക്കെ റെഡി ആയി കൊടുക്കണം. അവനെ നാളെ നമുക്ക് ബാങ്കിൽ പോയി കാണാം.